ശ്രീ കെ അൽകുമാർ, ഇവിടെ അഖണ്ഡം എന്ന് പറയുന്നതിൽ പാകിസ്ഥാൻ ഉണ്ട്. ഞാൻ പാകിസ്ഥാൻ തന്നെ ഇല്ലാത്ത അഖണ്ഡത്തെ തള്ളിപ്പറയാൻ ഒരു RSSനും പറ്റത്തില്ല. അത് അവരുടെ ദൗർബല്യമാണ്. ഏറ്റവും കൂടുതൽ എന്താണ് പാകിസ്ഥാൻ തുറുപ്പിട്ട് എടുത്തു വെക്കും. പോട്ടെ, അത് അവരുടെ അവസ്ഥ, അവരുടെ നിസ്സഹായത. ശ്രീ കെ അൽകുമാർ, എൻ്റെ ആദ്യ ചോദ്യം ഇപ്പോൾ നിൽക്കുക. എൻ്റെ ആദ്യ ചോദ്യം, പ്രശ്നപരിഹാരത്തിന് ഇടപെടേണ്ട ഉത്തരവാദിത്വം ഈ പറയുന്ന ഗവർണർക്കാണോ സർക്കാരിനാണോ? കൂടുതൽ പക്വതയോടെ ഈ നാടിൻ്റെ കുട്ടികളുടെ പ്രശ്നത്തിൽ ഇടപെടേണ്ട ബാധ്യത സർക്കാരിനിലേക്ക് അൽകുമാർ കൂടുതൽ? അല്ല, നമ്മൾ കുറേ നേരമായിട്ട് ഏത് വിഷയത്തിലാണ് ചർച്ച ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തൊരു ചർച്ചയായിപ്പോയി ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് പോവുകയാണ്. ഒരു സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ താല്പര്യമാണോ ഇത്ര നേരം ഈ ഗോപാലകൃഷ്ണനുമായിട്ട് ചർച്ച ചെയ്തത്? എന്താ സർവകലാശാല? കേരള സർവകലാശാല ഇന്ത്യ രാജ്യത്തെ NRIF റാങ്കിനകത്ത് A++ നേടിയ സർവകലാശാലയായത് 9 കൊല്ലമായി പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. ഉമ്മൻചാണ്ടി കേരളത്തിൽ അധികാരത്തിൽ നിന്നിറങ്ങിയ ശേഷമാണ് എന്ന് UDFൻ്റെ പ്രതിനിധിക്ക് അറിയത്തില്ലേ? ഇന്ത്യ രാജ്യത്തെ സർവകലാശാലകളുടെ കണക്കെടുക്കുമ്പോൾ സംസ്ഥാന സർവകലാശാലകളിൽ 9, 10, 11 കേരള, കുസാറ്റ്, അതുപോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധി സർവകലാശാല നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ 100 കോളേജുകളെടുത്താൽ 16 കോളേജുകൾ കേരളത്തിലാണ് നമ്പർ 1 എന്ന കാര്യം മനസ്സിലായിട്ടുണ്ടോ? മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഡിഗ്രി പരീക്ഷാഫലം പരീക്ഷയുടെ പിറ്റേന്ന് പുറത്തു വന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കേരളത്തിൽ ഏത് പരീക്ഷയുടെ ഫലം ഇപ്പോൾ കിട്ടാത്തത്? ഏത് മാർക്ക് ലിസ്റ്റ് ഇപ്പോൾ കിട്ടാത്തത്? അപ്പം സർക്കാരിനെ ആക്രമിക്കാൻ, RSSനെ സഹായിക്കാൻ ഒരു കൂട്ടർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അവർ സർക്കാരിനെതിരെ നിരന്തരം നുണ പറഞ്ഞ് തളർന്നിരിക്കുകയാണ്. ഞങ്ങൾ RSSുമായി യുദ്ധം ചെയ്യുമ്പോൾ, ആർലേക്കറുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ, യുദ്ധത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കാതെ ആർലേക്കറുടെ കൂടെ നിന്ന് ഞങ്ങളെ അടിക്കുകയാണ്. എന്നിട്ട് ഹാഷ്മി തന്നെ ഗോപാലകൃഷ്ണനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ചിത്രത്തിൻ്റെ കീഴിലല്ലേ VD സതീശൻ വിളക്ക് കൊളുത്തിയത്? പിന്നെ എങ്ങനെയാണ് ഹാഷ്മി ചോദിച്ചത് BJPക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ചിത്രമാണെന്ന്? അത് കോൺഗ്രസിൻ്റെയും BJPയുടെയും സംയുക്ത ചിത്രമാണ്. ആ ചിത്രത്തിന് കീഴെയാണ്, ആർലേക്കറിൻ്റെ അതേ ചിത്രത്തിന് കീഴെയാണ് VD സതീശൻ വിളക്ക് കൊളുത്തിയത്. അതുകൊണ്ടാണ് സതീശന് വേണ്ടി ഇവിടെ വന്നിട്ട് SFIക്കാരെ കിടന്നാക്രമിക്കുന്നത്, സർക്കാരിനെ കിടന്നാക്രമിക്കുന്നത്. എന്നിട്ട് എന്തെല്ലാം നുണയാ പറയുന്നത്? ഒരു നുണ ഞാൻ പറയാം. നിങ്ങൾ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു ചട്ടപ്രകാരം ഒരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു ഹാള് വാടകയ്ക്ക് എടുക്കാൻ അപേക്ഷ തന്നാൽ, അല്ല നിങ്ങൾ ഇന്നൊക്കെ ചെയ്യരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രകാരം ആ വ്യവസ്ഥകൾ ഞങ്ങൾ പാലിച്ചോളാമെന്ന് എഴുതി കൊടുത്താൽ അവർക്ക് ഇത് കൊടുക്കും. വ്യവസ്ഥ ലംഘിച്ചാൽ അപ്പം തന്നെ അത് ക്യാൻസലാക്കും. അങ്ങനെ ക്യാൻസലാക്കിയത് KSU ആവശ്യപ്പെട്ടിട്ടല്ലേ? SFI ആവശ്യപ്പെട്ടില്ലേ? KSUക്കാർ ആവശ്യപ്പെട്ടിട്ട് അത് റദ്ദാക്കിയ രജിസ്ട്രാറെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ഉണ്ടോ? ഈ രജിസ്ട്രാർ റദ്ദാക്കിയത് KSU കൂടെ ആവശ്യപ്പെട്ടിട്ട് സമരം നടത്തിയില്ലേ? സെനറ്റുകൾ അപേക്ഷ നൽകുന്ന ആർക്കും കൊടുക്കൂ? എനിക്കറിയില്ല, ഞാൻ സെനറ്റുകളുടെ അധിപനല്ല. താങ്കളാ പറഞ്ഞപ്പോ ഹാഷ്മി, ഞാൻ ഈ ചർച്ചയിൽ നമ്മുടെ വിഷയത്തിലേക്ക് പോവാം. നിങ്ങൾ വെറുതെ കാട് കയറാതെ അവിടുത്തെ നിയമപ്രകാരം അത് അനുവദിക്കും. നിയമവിരുദ്ധമായി ഒരാൾ നിയമവിരുദ്ധമായി ചെയ്തതിന് അവർ റദ്ദാക്കും. ഇതാണ് സർവകലാശാലയുടെ സ്റ്റാൻഡ്. ഞാൻ സർവകലാശാലയുടെ വക്കീലല്ല. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ്? അത് റദ്ദാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. രജിസ്ട്രാർ റദ്ദാക്കിയ രജിസ്ട്രാറിൻ്റെ കൂടെ നിന്നോ? ആർലേക്കറെ വെല്ലുവിളിച്ചുകൊണ്ട് അത് റദ്ദാക്കിയ രജിസ്ട്രാറിൻ്റെ കൂടെ കോൺഗ്രസ് പാർട്ടി നിന്നോ എന്നുള്ളതാണ് ചോദ്യം. ആ രജിസ്ട്രാർ നിയമപരമായി തിരിച്ചു വന്നു അവിടെ എന്നുള്ള കാര്യം കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? ആ രജിസ്ട്രാർക്ക് അനുകൂലമായിട്ട് സിൻഡിക്കേറ്റിനകത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി വർത്താനം പറഞ്ഞോ? ഒരേ ഒരു പ്രതിനിധി വർത്താനം പറഞ്ഞോ? ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കാണിക്കുന്ന ഏറ്റവും വലിയ RSS സേവയാണ്, RSSൻ്റെ പാദസേവയാണ്. അത് ഹിമാചൽ പ്രദേശിൽ 7 കൊല്ലം വിളക്ക് കൊളുത്തിക്കൊണ്ടിരുന്നു, അത് വേറെ കാര്യം. ഞാനിപ്പോൾ കേരളത്തിലെ കാര്യമാണ് പറയണത്. ഇവിടെ ആർലേക്കർക്കെതിരായി ആർലേക്കർ വരുന്ന പരിപാടി റദ്ദു ചെയ്യാൻ നിർദ്ദേശം കൊടുത്ത ഒരു രജിസ്ട്രാർ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതിന് പകരം അദ്ദേഹത്തെ വേട്ടയാടാൻ RSSന് കൂട്ടുനിൽക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷ നേതാവിനെ പിന്തുണയ്ക്കാൻ ഹാഷ്മി പറയുകയാണ് ഈ ചിത്രം നിങ്ങൾക്ക് മാത്രമുള്ള ചിത്രമാണ്. അല്ല, പ്രതിപക്ഷ നേതാവിൻ്റെയും RSSൻ്റെയും പൊതുചിത്രമാണത്. ആ 2 പേരുടെയും പണി കേരളത്തിൽ തുറന്നു കാണിക്കാൻ പിള്ളേർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ആ പിള്ളേർ ഇറങ്ങിത്തിരിക്കുമ്പോൾ പിള്ളേർക്കൊരു മുദ്രാവാക്യമുണ്ട്, പഠനവും സമരവും. ഇത് രണ്ടും ആ പിള്ളേർക്കറിയാം. ഇതേ യൂണിവേഴ്സിറ്റിയാണ്, കേരള സർവകലാശാലയിലെ കേരള യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നിങ്ങൾ നോക്ക്. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമരം നടത്തുന്ന കേരള യൂണിവേഴ്സിറ്റി,
ആ യൂണിവേഴ്സിറ്റിയിലെ കേരളത്തിലെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ്, നിങ്ങൾ അവിടുത്തെ വിദ്യാർത്ഥികളുടെ മെറിറ്റ് എടുത്ത് നോക്ക്, പരീക്ഷാ ഫലം എടുത്ത് നോക്ക്. ഈ കേരളത്തിനകത്ത് SFIക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള യൂണിവേഴ്സിറ്റി കോളേജിലെ കുട്ടികളുടെ പരീക്ഷാ ഫലം നോക്ക്. അപ്പോൾ കുട്ടികൾ പഠിക്കുക തന്നെയാണ്. ആ പഠിക്കുന്ന കുട്ടികൾ പോരാടുന്നതിന് വേണ്ടി, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി. അതിനെ പിന്തുണയ്ക്കാനൊരു നാവില്ല കേരളത്തിലെ കോൺഗ്രസിന്, കേരളത്തിലെ പ്രതിപക്ഷത്തിന്. എന്നിട്ട് കാളമൂത്രം പോലെ പറയുകയാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, തൂണിലും തുരുമ്പിലും ദൈവമുണ്ടോ? അങ്ങനെ തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെങ്കിൽ പിന്നെ മക്കയും ജെറുസലേമും ഈ ഇന്ത്യയിലല്ല. അതുകൊണ്ട് നിങ്ങളുടെ മാതൃഭൂമിയും പുണ്യഭൂമി ഇവിടെയല്ലല്ലോ. പുണ്യഭൂമി ക്രിസ്ത്യാനികളുടെയും മുസ്ലിമിൻ്റെയും പുണ്യഭൂമി ഇന്ത്യക്ക് പുറത്തായതുകൊണ്ട് അവർ ഇന്ത്യക്കാരല്ല, അവർ ഹിന്ദുക്കളല്ല, അവരുടെ രാജ്യമല്ലിത് എന്ന് എഴുതിയ പുസ്തകത്തിൻ്റെ പേരറിയാമോ? നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്വം നിർവചിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഹിന്ദുത്വ പുസ്തകമൊക്കെ ബഹുമാനപ്പെട്ട വി ഗോപാലകൃഷ്ണൻ. തൂണിലും തുരുമ്പിലും ദൈവമുണ്ടോ? ആ ദൈവമുള്ള ബാബറി മസ്ജിദിനെ പൊട്ടിപ്പടർന്നത്. ഈ തൂണിൽ ദൈവമുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹിരണ്യകശിപു വെട്ടിപ്പടർന്ന പോലെ ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ വെട്ടിപ്പടർന്നപ്പോൾ അതിൽ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ ഒരു ഹിന്ദുവിന് അവകാശമില്ലേ? ഇപ്പോൾ ഇവിടെ പറയാ തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്. ഉണ്ടോ? പിന്നെ ഇതിനെ ബാബറി മസ്ജിദ് തകർത്തത്, ഗുജറാത്തിൽ 300ഓളം മനുഷ്യനെ ചുട്ടുകൊന്നത്, മുന്നമാരുണ്ടായത്, എങ്ങനെയാണ് ബാബു ബജറംഗി ഉണ്ടായത്? തൂണിലും തുരുമ്പിലും ദൈവമുണ്ടോ? എന്നിട്ടൊരു ചിത്രമായിട്ട് എഴുന്നള്ളിക്കുന്നു. ആ എഴുന്നള്ളിക്കുന്ന ചിത്രം ഹൈക്കോടതിയിൽ ആരാണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഏത് ഹൈക്കോടതിയാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ആ ജഡ്ജിയെ ഒന്ന് വിളിച്ചേ, നിങ്ങളുടെ ചാനലിൽ നിന്നൊന്ന് വിളിച്ചേ, ഒന്നുകൂടെ പറയുമോ? ആ ഹൈക്കോടതിയിലെ ജഡ്ജി പറഞ്ഞു ഞാൻ കേട്ടില്ല. കോടതിയുടെ ഒരു കടലാസിലും അങ്ങനെ പറഞ്ഞില്ല. ഈ സ്ത്രീ ഈ കാവിക്കൊടി എന്തിയ സ്ത്രീ എന്ന് പറയുന്നത് വിശുദ്ധയാണ് എന്ന് പറയുന്ന ഒരു കോടതിയുടെ ഒരു വിധിയും നമ്മുടെ മുമ്പിലില്ല. ജഡ്ജി പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പറഞ്ഞെങ്കിൽ ആ ജഡ്ജിയോട് പറയുകയാണ്, ആ ഹൈക്കോടതിയുടെ മേലെ ആ കൊടി വെക്കുവോ? കാണാം. രാജ്ഭവന് വെക്കാവുന്ന കൊടിയാണ്, പിന്നെ ഹൈക്കോടതിയുടെ മേലെ ഇത് വെക്കാൻ മേലെ? അത് ഹൈക്കോടതിയുടെ മേലെ വെക്കണം എന്ന് ആഗ്രഹമായിട്ട് ആരെങ്കിലും ഇറങ്ങിത്തിരിച്ചാൽ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് നടക്കില്ല. ഇവിടെ ഒരു ഭരണഘടനയുണ്ട്. ജസ്റ്റിസ് BR ഗവായ്, ചീഫ് ജസ്റ്റിസ്, ഇന്ന് ഗവായ് ചോദിച്ചിട്ടുണ്ട്. അതുകൂടെ കേട്ടോ, അതിന് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ നമ്മുടെ പൗരത്വം നോക്കലാണോ? ഇവിടെ ഒരു സുപ്രീം കോടതിയുണ്ട്, ഭരണഘടനയുണ്ട്. ഇവരുടെ എല്ലാ കളി സങ്കല്പ ചിത്രം. ആരുടെ സങ്കല്പം? നിങ്ങൾ സങ്കല്പിക്കുന്നതെല്ലാം ഇതാണോ? നിങ്ങളുടെ സങ്കല്പമാണോ ഇന്ത്യ നടപ്പാക്കുന്നത്? നിങ്ങളുടെ സങ്കല്പം കാല് നക്കലായിരുന്നു. ബ്രിട്ടീഷ് ചക്രവർത്തിയുടെയും ബ്രിട്ടീഷുകാരുടെയും കാല് നക്കുന്നത് സങ്കല്പമല്ല, യാഥാർത്ഥ്യമായിരുന്നു. ആ യാഥാർത്ഥ്യത്തിന്റെ ഭാഗമാണ്. പിന്നെ അടിയന്തരാവസ്ഥ, ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു കാര്യം കൂടെ പറയാം. അടിയന്തരാവസ്ഥയിൽ ഭാരതാംബ എന്ന് വിളിച്ചാണ് ഇവിടെ സമരം. ഞാൻ ചോദിക്കട്ടെ, അടിയന്തരാവസ്ഥയിൽ 3 കത്തെഴുതിയില്ലേ? ഇന്ദിരാഗാന്ധിയുടെ 20ഉം 5 സഞ്ജയ് ഗാന്ധിയുടെ ഒപ്പിട്ട് കൊടുത്തേക്കാവെന്ന് പറഞ്ഞ് സുപ്രീം കോടതി രാജനാരായണന്റെ കേസിൽ ഇന്ദിരാഗാന്ധിയുടെ നമുക്ക് ചരിത്രത്തിലേക്ക് വിശാലമായി ഇങ്ങനെ പോകാൻ കാര്യം, അതിനൊക്കെ മറുപടി പറയാൻ സമയം കൊടുക്കണം. നമ്മുടെ മക്കൾ സമയം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ, യൂണിവേഴ്സിറ്റി നിയമം പാലിക്കണം. കോൺഗ്രസ്സുകാരോട് പറയാണ്, നിയമം പാലിക്കണം.